എങ്ങനെയുണ്ട് പ്രകൃതി രമണീയത? താനാ വാടക വീട്ടിലെ താമസം ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പേര് സിയ. മിയ. നൈസ് ന്യൂസ്. മീനുമോൾ അവിടെ, അവളല്ലേ ഇന്നത്തെ സ്റ്റാർ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനുണ്ട്. ചേട്ടാ കുറച്ചും കൂടെ വലിയൊരു സ്ഥലം ഉണ്ടാവോ? ഒളിച്ചോടാനൊന്നും പ്ലാനില്ലല്ലോ. ഇനി വാടകക്കാരായാലും ഒരാഴ്ചക്കുള്ളിൽ ഒഴിപ്പിച്ചോണം. സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ തനിക്കുള്ള പണിയെ തന്റെ വീട്ടിൽ വരും. അന്നത്തെ ആ സംഭവം അച്ഛനിനി ഓർക്കണ്ട. അന്നൊരു തെറ്റ് പറ്റി, ഇനി അതുണ്ടാവില്ല. എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലണം. ഷോ ഇറങ്ങണമല്ലോ ജോബിത്രേ, താനും മോള് മാത്രമല്ലേ ഉള്ളൂ വീട്ടില്. വിസ്മയ മോഹൻലാലിന്റെ ഒരു ഇന്റർവ്യൂ വന്നപ്പോ എല്ലാവരും കുറെ ആ കുട്ടി എന്താ ഇങ്ങനെ, ആ കുട്ടിക്ക് ഭയങ്കര ജാടയാണ്, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ തലയൊക്കെ കുലിക്കുന്ന ബൗൺസി ആയിട്ട് എന്താ സംസാരിക്കുന്നത്, ഇങ്ങനെയല്ലേ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കളിയാക്കി, ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് ഒക്കെ ഇട്ടു. കളിയാക്കിയവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ തുടക്കം സിനിമ റിലീസായത്. നമുക്ക് കേൾക്കാൻ രണ്ടുമൂന്ന് റിവ്യൂ. മോഹൻലാലിന് മോള് കാരക്കിട്ടുണ്ട്, പുള്ളിക്കാരി മാസ്റ്റേഴ്സ് പഠിച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇടിപ്പടി എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ ഒരു ആക്ഷൻ ഉണ്ട്, തകർത്തിട്ടുണ്ട് കേട്ടോ. ഫാമിലി പടമാണ്, ഒരു ഫാമിലി ആയിട്ട് വന്നാൽ അടിപൊളിയായിട്ട് ആസ്വദിച്ച് പോകാൻ പിള്ളേർക്കൊക്കെ കാണാൻ പറ്റും. അടിപൊളി ഓടോ ക്ലൈമാക്സ് കളിക്കിട്ടുണ്ട്, പുള്ളിക്കാരത്തിന് ആക്ഷൻ കളിക്കിട്ടുണ്ട്. ആ പഠിച്ചതിന് പുള്ളി കാണിക്കാൻ പറയാം. നല്ലൊരു മാസ്റ്റർ പഠിച്ച് വേണമെന്ന് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്നോ? ഇത് തുടക്കല്ല, ഇനി വരാൻ പോകുന്നതാണ് സംഭവം. പൊളി സാധനം. ജൂഡാന്റിനെ എടുത്തു വെച്ചേക്കുന്ന അടിപൊളി, നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറയാം. മാർഷൽ ആർട്സ് അടിപൊളിയായിട്ട് നല്ലപോലെ വിസ്മയം പഠിച്ചിട്ടുണ്ട്. ഒരാളുടെ തുടക്കം എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജൂഡാന്റിനി നല്ലപോലെ സെലക്ഷൻ ചെയ്തു, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പടം. ശരിക്കും ഫാമിലി ഫൈറ്റ് ഒക്കെ അടിപൊളി. ഒരു 3-4 ഫൈറ്റ് ഉണ്ട്. ഇപ്പം ഒരു രക്ഷയില്ല, നല്ല പടം. അതേപോലെ തന്നെ മകൻ പക്ക നല്ല അടിപൊളി അഭിനയാണ്. സൂപ്പർ വില്ലൻ, നല്ല അടിപൊളി ക്യാരക്ടർ. തീർച്ചയായിട്ടും ഉണ്ട്, ഒരു വട്ടം കൂടെ കാണാനുണ്ട്. കുറെ നല്ല ഗൂസ്ബർക്ക് നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. അത് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഇന്റർവെലൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര അടിപൊളി പടമാണ്, നല്ല രസമുണ്ട്. ശരിക്കും ലേഡീസ് ശരിക്കും കണ്ടിരിക്കുന്നതാണ്. ഫാമിലി ആയിട്ട് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. നല്ല അടിപൊളി സിനിമയാണ് തീർച്ചയായിട്ടും. വിസ്മയ മോഹൻലാലിനെ വിമർശിച്ചവരെല്ലാം തുടക്കം സിനിമ പോയി കാണും. നിങ്ങളുടെ വിമർശനമൊക്കെ കാറ്റിൽ പറന്നു പോകും. അത്ര നല്ല റിവ്യൂ ആണ് ആ പിക്ചറിന് വരുന്നത്. നിങ്ങൾക്ക് ആ കുട്ടി എന്താ ഇങ്ങനെ, ആ കുട്ടി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ആ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന വിമർശകരെ, നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരും പോയി തുടക്കം കാണും. അപ്പൊ നിങ്ങളുടെ ആ മൈൻഡിലെ നെഗറ്റിവിറ്റി എല്ലാം അങ്ങ് പോകും. അത്രയ്ക്ക് സൂപ്പർ ഹിറ്റ് ആയിട്ടാണ് പോകുന്നത്. ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഇങ്ങനെ തലയെ കലക്കി ഇങ്ങനെ സംസാരിക്കുന്നത് അതിന്റെ ഒരു ശീലമായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും നെർവസ് ആയിട്ടോ എന്തെങ്കിലും ആയിരിക്കും. അല്ല, അതിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ തുടക്കം സിനിമ കാണും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് വിസ്മയ മോഹൻലാൽ എന്ന്. വിസ്മയ മോഹൻലാൽ ആരാന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടേ ഒന്നും ആവശ്യമില്ല. ഇത്രയും മഹാനടനായ ആ മോഹൻലാലിന്റെ കഴിവുകൾ കുറെയൊക്കെ വിസ്മയക്ക് കിട്ടിയിട്ടുണ്ടാവും. കുറെയല്ല, മുക്കാലും കിട്ടിയിട്ടുണ്ട്. അത് ആ തുടക്കം സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും.